ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പത്മപത്രവിശാലാക്ഷി പത്മകേസരവർണിനി നിത്യം പത്മാലയാ ദേവി സാ മാം പാതു സരസ്വതീ. അപർണാം നാമരൂപേണ ത്രിവർണാം പ്രണവാത്മികാം ലിപ്യാത്മനേകപഞ്ചാശത്വർണാം വന്ദേ സരസ്വതീ. മുദ്രാപുസ്തകഹസ്താഭ്യാം ഭദ്രാസനഹൃദിസ്ഥിതാം പുരസ്സര സദാ ദേവി സരസ്വതി നമോസ്തുതേ. മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ ഭണ്ഡാസുരശൂന്യക. മഹാപാശുപതാസ്ത്രത്തിന്റെ അഗ്നിയിൽ അസുര സൈന്യത്തെ മുഴുവൻ എരിച്ച് ദഹിപ്പിച്ച് കളഞ്ഞവളാണ് ആ വിജയലക്ഷ്മിയായ ദേവി. പാശുപതാസ്ത്രം ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ്. അതിൻ്റെ അധിപതിയാണ് ഈശ്വരൻ അഥവാ പശുപതി. ആ മഹാപാശുപതത്തിന്റെ അധിപതി ആരാണ്? സദാശിവനാണ്. മഹാഭാരതത്തിൽ അർജുനൻ ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം നേടിയ കഥയുണ്ട്. അങ്ങനെയല്ലാതെ അധർമ്മത്തെ ജയിക്കാൻ ധർമ്മത്തിന് സാധിക്കില്ല എന്നുകൊണ്ടാണ്. മഹാപാശുപതം പാശുപതത്തെക്കാൾ ശക്തി കൂടിയതാണ്. അതാണ് മഹാപാശുപതം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഭ്യാസാതിശയം കൊണ്ട് നിരന്തരം അഭ്യസിച്ചുകൊണ്ട് മേൽക്കുമേൽ വർദ്ധിക്കുന്ന അദ്വൈത വൃത്തികളെയാണ് വാസ്തവത്തിൽ മഹാപാശുപതാസ്ത്രം എന്ന് പറയുന്നത്. ഒറ്റ വാക്കിലോ എല്ലാത്തിനെയും ഒന്നായി കാണണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് അങ്ങനെ അഭ്യസിച്ച് നിത്യാഭ്യാസം കൊണ്ട് അദ്വൈത തന്മയത വരുന്ന, അദ്വൈത വൃത്തി വരുന്ന, എല്ലാ സകല കാര്യത്തിലും അദ്വൈതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു മനോനില കൈവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള അദ്വൈത വൃത്തിയെയാണ് മഹാപാശുപത അസ്ത്രം എന്ന് പറയുന്നത്. സർവദ്വൈത വൃത്തികളും സർവദ്വൈത ഭാവനകളും അവിദ്യയുടെ മൂലമടക്കം അതിൽ നിന്നുണ്ടായിട്ടുള്ള ആസുരി വൃത്തികൾ അടക്കം സകലവും ഭസ്മീകരിക്കുന്നതാണ് ആ പാശുപതാസ്ത്രം. ഈശ്വരൻ, സദാശിവൻ എന്ന നാമങ്ങളുടെ അർത്ഥഭേദം ഇനി വരും 271, 272 നാമങ്ങളിൽ നമ്മൾ പറയും. പാശുപത മന്ത്രത്തിന് 6 അക്ഷരാണ്. മഹാപാശുപത മന്ത്രം അതിശക്തമായ അദ്വൈതാക്ഷരമാണത്. ശ്രീ ശാരദാ തിലക തന്ത്രത്തിലെ മഹാപാശുപതാസ്ത്രത്തിന് ഒരു രൂപധ്യാനമുണ്ട്. അതിങ്ങനെയാണ്: മധ്യാഹ്നാർക്ക സമപ്രഭം ശശിധരം ഭൗമാട്ടഹാസോജ്വലം ത്ര്യക്ഷം പന്നകഭൂഷണം ശിഖിശിഖാശ്മശ്രൂ സ്ഫുരന്മൂർധജം ഹസ്താബ്ജൈ സ്ത്രിശിഖം സമുദ്ഗരമസിം ശക്തിം ദധാനം വിഭും ദംഷ്ട്രാ ഭീമചതുർമുഖം പശുപതിം ദിവ്യാസ്ത്രരൂപം സ്മരേത് എന്നാണ് ശാരദാ തിലകത്തിലെ പാശുപതാസ്ത്രത്തിന്റെ വർണ്ണന, മന്ത്രത്തിന്റെ രൂപം. ഇനി കാമേശ്വരാസ്ത്രത്താൽ അവൾ എന്താ ചെയ്തത്? ബണ്ടനെയും ബണ്ടന്റെ അസുര പട്ടണമായ ശൂന്യക നഗരത്തെയും മുഴുവൻ അവള് കാമേശ്വരന്റെ ഈ അസ്ത്രത്തോട് ചേർന്ന് ദഹിപ്പിച്ചു കളഞ്ഞു. ഭണ്ഡാസുരൻ തനിക്കായിട്ട് നിർമ്മിച്ച 2 തലസ്ഥാന നഗരികൾ, അതിൽ ഒന്നിന്റെ പേര് ശോണിതപുരം, മറ്റേതിന്റെ പേര് ശൂന്യകപുരം. 2 അങ്ങനത്തെ പേരിലാണ് ഇട്ടിരിക്കുന്നത്. മഹാകാമേശ്വര അസ്ത്രം മഹാപാശുപതാസ്ത്രത്തെക്കാൾ ശക്തമാണ്. അത് ആ അസ്ത്രം കൊണ്ടാണ് അവൾ ഭണ്ഡാസുരനെ അയാളുടെ ശൂന്യകപുരം എന്ന നഗരത്തോടൊപ്പം എരിച്ചു കളഞ്ഞത്. പട്ടണത്തിന്റെ പേരായ ശൂന്യകം പോലെ തന്നെ ആ പട്ടണത്തെ അവൾ ശൂന്യമാക്കി തീർത്തു എന്നാണ് ആ ഉപാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഉണ്ട് എന്ന പോലെ തോന്നിക്കുന്ന ഇല്ലായ്മയും ഇല്ല എന്ന പോലെ തോന്നിക്കുന്ന ഉണ്മയും രണ്ടും ശൂന്യമെന്ന് വിളിക്കപ്പെടുന്നതാണ്. ഇതിനെക്കുറിച്ച്
ആദിശങ്കരന്റെ ഭാഷ്യത്തിൽ ഞാൻ പലവട്ടം എടുത്തു പറഞ്ഞിട്ടാണ് ആദിദേശകാല ബലശൂന്യം ഹി പരമാർത്ഥ സത് എന്നുള്ള എല്ലാം ഒന്നുമില്ലാത്തത് നമുക്ക് തോന്നുന്ന ഒരു സാധനം, പക്ഷെ പൂർണ്ണമായിരിക്കുന്ന സാധനത്തെ മൂഢബുദ്ധികൾ ശൂന്യം എന്ന് ധരിക്കും. അതാണ് ആ ഇല്ല എന്ന പോലെ തോന്നിക്കുന്ന ഉമ്മയും ശൂന്യം എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭണ്ഡാസുരന്റെ മായാനഗരമാണ്, അതായത് ആസുരി മായ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ നഗരങ്ങള്, ഈ ശൂന്യക നഗരങ്ങളൊക്കെ. അതിനെ ദൈവീമായ എന്ന പരമസത്യം കൊണ്ട് ജയിച്ചു. ശോണിതം എന്ന് പറഞ്ഞാൽ രക്തമാണ് അല്ലേ, ചുവപ്പ് നിറാണ്. അഹങ്കാരം, ക്രോധം എന്നിവ കൊണ്ടും ആർത്തി കൊണ്ടും മനുഷ്യൻ സഹജീവികളുടെ രക്തം ചിന്തുന്നു. അങ്ങനെ രക്തം ചിന്തിയ പുരമാണ് ശോണിതപുരം. ഒരുപാട് മനുഷ്യരുടെ രക്തം ചിന്തിയിട്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ് ഭണ്ഡാസുരന്റെ ശോണിതപുരം. കർമ്മഫല സിദ്ധാന്ത പ്രകാരം ഹിംസ ചെയ്തവൻ ഹിംസിക്കപ്പെടുന്നു, വാളെടുത്തവൻ വാളാല വേണം. അപ്പോ ഹിംസ ചെയ്തവന് ഹിംസ അനുഭവിക്കാതിരിക്കാൻ വയ്യ, അത് അവന്റെ കർമ്മഫലമാണ്. ദേവിയാൽ ഹിംസിക്കപ്പെടുക എന്നത് അവനവന്റെ കർമ്മഫലമായിട്ട് തനിക്ക് സിദ്ധിക്കാനുള്ളത് സിദ്ധിക്കുക എന്നുള്ള ഒരു ലോക നിയമം മാത്രമാണ്. ഏറെക്കാലം ഭണ്ഡാസുരനാൽ പീഡിതരായ സജ്ജനങ്ങളുടെ പ്രാർത്ഥനയുടെയും ദേവീസ്തുതിയുടെയും ഫലമായിട്ടാണ് ദേവകാര്യത്തിനായിട്ട് ദേവി ജനിച്ചിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. അതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ പറയും പലനാൾ കള്ളൻ ഒരു നാൾ അകപ്പെടും എന്നല്ലേ, ആ അകപ്പെടല് അവന്റെ കർമ്മഫലമാണ്. അതുപോലെയാണ് ഭണ്ഡാസുരനെ, ഇത്ര ആർക്കും തോൽപ്പിക്കാൻ വയ്യാത്ത ഭണ്ഡാസുരനെ തോൽപ്പിക്കാൻ ഒരു സ്ത്രീ രൂപത്തില് ഈശ്വരൻ ജനിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ ഈ പ്രകൃതി നിയമങ്ങളെ, കർമ്മ നിയമങ്ങളെ വേണം നമ്മൾ അവതാര രഹസ്യത്തിൽ നിന്ന് ഗ്രഹിക്കാൻ. ഈ അവതാരത്തിനെ കുറിച്ച് പറയുമ്പോ എല്ലാ മനുഷ്യരും ഒരവതാരമാണ്, ഓരോ ജീവിയും ഒരവതാരമാണ് എന്ന്. അതാണ് പരമമായ അദ്വൈതം. ഒരു ചെറിയ ഈച്ച, ഒരു ചെറിയ വൈറസ് പോലും ഒരു അവതാരമാണ്, ഈശ്വരന്റെ അവതാരമാണ് എന്ന് മനസ്സിലാക്കാൻ നല്ല അദ്വൈത ബുദ്ധി വേണം. ഇപ്പൊ വിവേകാനന്ദൻ പറയേണ്ടായിട്ടുണ്ട്, 2 കൂട്ടരാണ് മനുഷ്യനിൽ ദൈവത്തെ കാണാത്തവര്. ഒന്ന് വളരെ ക്രൂരനായ മനുഷ്യനിൽ ദൈവത്തെ കാണാത്തത് കൊണ്ടാണ് മനുഷ്യനെ ഹിംസിക്കുന്നത്. അവൻ വളരെ ക്രൂരനായ മനുഷ്യനിൽ ദൈവത്തെ കാണുന്നില്ല. പിന്നെ ആരാ ദൈവത്തെ കാണണ്ടാത്തത് മനുഷ്യനില്? പരമഹംസന്. എല്ലാം ഒന്നായവന് മനുഷ്യനിൽ മാത്രമല്ല, കല്ലിലും പുല്ലിലും ചെടിയിലും ഒക്കെ എല്ലാത്തിലും ഈശ്വരൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരമഹംസനും ഈശ്വരനെ പൂജിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈശ്വരനെ മനുഷ്യനില് സഹജീവികളിൽ പൂജിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാവർക്കും മനുഷ്യനിൽ ഈശ്വരനെ പൂജിച്ചേ തീരൂ. അങ്ങനെ ഈ ജീവിതം, ഈ ലോകം സമാധാനപരമായിട്ട് നടന്നു പോകും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ സജ്ജനങ്ങളുടെ ഈ അവതാര രഹസ്യം എന്ന് പറയുന്നത് അങ്ങനെ സിമ്പിളായിട്ട് ആൾദൈവം എന്ന് പറയാം. നമ്മളെല്ലാവരും ആൾദൈവങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ഒരാൾ ദൈവം, അദ്വൈതത്തിൽ അതേ പറയുള്ളൂ, പ്രത്യേകിച്ച് ഒരാൾ ദൈവം എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ആൾദൈവമാണ്. ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവൻ ആൾദൈവമാണ് ശരിക്ക്. കാരണം ദൈവം അല്ലാതെ ഇവിടെ ഒന്നുമില്ല, ബ്രഹ്മല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സമ്പൂർണമായിട്ടുള്ള ഈശ്വര തേജസ്സുള്ള ഒന്നിനെ സ്നേഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ല നമുക്ക്. അപ്പൊ അങ്ങനെയാണ്. എന്നിട്ടും ഈ ഭണ്ഡാസുരനെ കൊല്ലേണ്ടി വന്നത് നിവൃത്തിയില്ലാതെയാണ് ദേവിക്ക്. കാരണം അവന്റെ ആ അക്രമം കാരണം ക്രൂരനാണ് അവൻ. ക്രൂരനായിട്ട് ശോണിതപുരങ്ങൾ ഉണ്ടാക്കുകയാണ് അവന്റെ പണി, ആൾക്കാരെ നശിപ്പിച്ചിട്ട്. അങ്ങനെ വന്നപ്പോ വധിക്കേണ്ടി വരികയാണ്. ഇങ്ങനെ ഭണ്ഡാസുരന്റെ വധം കഴിഞ്ഞിട്ട് സന്തുഷ്ടരായ ദേവജനങ്ങൾ ദേവിയെ വീണ്ടും വീണ്ടും സ്തുതിച്ചു എന്നാണ് 83ാമത്തെ നാമത്തില് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി. ബ്രഹ്മാവ്, ഉപേന്ദ്രൻ എന്ന അപരനാമത്തോടു കൂടിയ വിഷ്ണു, മഹേന്ദ്രൻ അത് ഇന്ദ്രനാണ്, ഇന്ദ്രൻ മുതലായ ദേവന്മാരെല്ലാം അവളെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കപ്പെട്ട വൈഭവത്തോടു കൂടിയവൾ. എന്തുകൊണ്ടാണ് മഹേന്ദ്രൻ എന്ന് ഇന്ദ്രനെയും താഴെയുള്ളവനായിട്ട് ഉപേന്ദ്രൻ എന്ന അനുജനായിട്ട് വിഷ്ണുവിനെയും പറഞ്ഞത്? വിഷ്ണു അല്ലേ ഇന്ദ്രനേക്കാൾ മൂത്ത ആള്? അതെ. പക്ഷേ ഇന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ ഗർഭത്തിൽ വാമനനായിട്ട്, ഇന്ദ്രന്റെ അനുജനായിട്ട് ഒരവതാരകാലത്ത് വിഷ്ണു അവതരിച്ചു.
അപ്പോഴാണ് മഹേന്ദ്രന്റെ മൂത്തവനാണ് മഹേന്ദ്രൻ, മഹേന്ദ്രന്റെ അനുജനായ ഉപേന്ദ്രൻ എന്ന പേരോടുകൂടി വാമനനായിട്ട് ജനിച്ചത് കൊണ്ടാണ് ആ ഉപേന്ദ്രൻ എന്ന പര്യായം. ഇത് വിഷ്ണു സഹസ്രനാമത്തിലെ 57ാമത്തെ പേര് ഉപേന്ദ്രൻ എന്ന് തന്നെയാണ്. ബ്രഹ്മാദി ദേവകൾ അന്തർമുഖമായിട്ട് ധ്യാനിച്ച് ഉൾക്കണ്ണിൽ ദർശിച്ച് അനുഭവിച്ച ആ ദേവിയുടെ വൈഭവം, ആ വിഭുത്വം അഥവാ സർവാത്മകത്വം, എല്ലാ വസ്തുക്കളിലും ഇരിക്കുന്ന ആ ദേവിയുടെ ആ വിഭുത്വം, ആ സർവവ്യാപിത്വം, ആ സർവാത്മകത്വം എന്ന അദ്വൈത തന്മയതയാൽ ആ വൈഭവത്തെ നല്ലവണ്ണം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർ സ്തുതിച്ചു. അപ്രകാരം അദ്വൈതത്തിന്റെ ജ്ഞാനാനുഭവം, ദേവകാര്യം എന്ന് പറയുന്നത് അദ്വൈത ജ്ഞാനാനുഭവമാണ്. അദ്വൈതത്തിന്റെ ജ്ഞാനാനുഭവം ഉള്ളിലുണ്ടായവൻ മാത്രമേ വാസ്തവത്തിൽ ദേവനാവുന്നുള്ളൂ. അപ്പൊ ദേവകാര്യം വാസ്തവത്തിൽ അദ്വൈത ജ്ഞാനാനുഭവമാണ്. അത് ആ ദേവകാര്യം നിറവേറി. എങ്ങനെ? ഇവര് ഉൾക്കൊണ്ടുകൊണ്ട് ആ വൈഭവത്തെ സ്തുതിച്ച് സ്വന്തം മനസ്സിൽ ദേവിയുമായി തന്മയീഭവിച്ചപ്പോൾ ആ ദേവകാര്യം, അദ്വൈത തന്മയത, അദ്വൈത ജ്ഞാനം എന്ന ദേവകാര്യം നിറവേറി. ഹരന്റെ കണ്ണിലെ അഗ്നിയിൽ ദഹിച്ചു പോയ കാമന് ദേവി സഞ്ജീവനമാണ്. സഞ്ജീവനം എന്ന് പറഞ്ഞാൽ മൃതസഞ്ജീവനിയാണ് അവൾ. ആ മൃതസഞ്ജീവനി എന്ന ഔഷധിയാണ് അവൾ. ഒരു ഭസ്മമായ വസ്തുവിനെ പോലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയണ വസ്തുവാണ് മൃതസഞ്ജീവനി. സഞ്ജീവനിക്ക് തമിഴിൽ ജീവാതു എന്നൊരു പേരുകൂടി ഉണ്ട്. അച്ഛനാൽ ശിക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ അമ്മയാണ് ഏകാശ്രയം. കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കിയാൽ കരയുക, അമ്മ വന്ന് എടുക്കും, ലാടിക്കും എന്നുള്ള ആ ഒരു മനസ്സോട് കൂടിയിട്ട് അച്ഛൻ അടിക്കുക, ഒന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താൽ കുട്ടി അമ്മയുടെ മുഖത്തേക്കാണ് നോക്കുക. അങ്ങനെ ശിവനാൽ ശിക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് കാമൻ. ഞാൻ നോക്കി എന്നുള്ള കാരണം കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു കാമനെ. അങ്ങനെ കാമൻ എന്ന ആ പുത്രനെ കണ്ടപ്പോ പാവം തോന്നിയിട്ട് അമ്മയുടെ ദേവിയുടെ കരുണാമൃതം മൃതസഞ്ജീവനിയായിട്ട് ഒഴുകി. അങ്ങനെയാണ് ആ സഞ്ജീവനം കൊണ്ട് ശിവന്റെ മനസ്സും അലിയിപ്പിച്ചുകൊണ്ടാണ് പിന്നെ കാമന് പുനരുജ്ജീവനം കിട്ടിയത്. ഹരൗരുഷ്ടേ ഗുരുസ്നാഥ ഗുരൗരുഷ്ടേ ന കശ്ചന എന്നൊരു വാക്കുണ്ട്. ഹരൻ കോപിച്ചാൽ രക്ഷിക്കാൻ ഗുരു ഉണ്ട്. ഗുരു കോപിച്ചാൽ ആരാണ് എന്നെ രക്ഷിക്കുക എന്ന്? ആരുമില്ല. ഹരൻ കോപിച്ച ഗുരു ഉണ്ട്, ഗുരു കൂടി കോപിച്ച ആരുമില്ല എന്നെ രക്ഷിക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുമൂർത്തിയായിട്ട് ആ അമ്മ, ഗുരുസ്ഥാനീയയായിട്ട് ഒരമ്മ വന്നിട്ടാണ് അവിടെ രക്ഷിക്കുന്നത് കാമനെ. എല്ലാ ഭക്തന്മാർക്കും അങ്ങനെയാണ്. ദേവിയുടെ കാരുണ്യമുണ്ടെങ്കിൽ ദേവി ശരിക്കും ഗുരുമൂർത്തിയാണ്. 603ാമത്തെ നാമം ദേവിയുടെ ഗുരുമൂർത്തി എന്നാണ്. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ ആദ്യത്തെ ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ഭവ എന്നുള്ളതും ഈ ഗുരുമൂർത്തി എന്നുള്ളതും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില നാമങ്ങളാണ് ദേവിയുടെ. ആ ഗുരുമൂർത്തിയായിട്ട് ദേവകാര്യം നടത്താനായിട്ട്, അദ്വൈത ജ്ഞാനാനുഭവം എല്ലാവർക്കും കൊടുക്കാനായിട്ട് ജനിച്ച കാരുണ്യമയിയായ അമ്മയാണത്. ആത്മസ്വരൂപത്തെ ഹരിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിക്കുന്നവനാണ് ഹരൻ. അതിന് മാർഗദർശിയായിരിക്കുന്നത് ആരാ? നമ്മുടെ ആത്മസ്വരൂപത്തെ നമ്മുടെ കയ്യിൽ നിന്ന് ഹരിക്കാൻ ആരാ കാരണം? അവിദ്യ അല്ലെങ്കിൽ മൂലമായിട്ടിരിക്കുന്ന അജ്ഞാനമാണ്. ആ അവിദ്യ എങ്ങും ചൂഴ്ന്നിരിക്കുന്ന ഹരന്റെ നേത്രാഗ്നിയാണ്. അങ്ങനെ ആ നേത്രാഗ്നിയിൽ, അവിദ്യയുടെ അഗ്നിയിൽ ദഹിച്ച അല്ലെങ്കിൽ നശിച്ച ഒരു കാമാത്മാവിന്റെ അജ്ഞാനമാകുന്ന ആവരണങ്ങളെ എല്ലാം നീക്കി ജീവന്റെ പരമാർത്ഥ സ്വരൂപം കാണിക്കുന്നതിനുള്ള സഞ്ജീവന ഔഷധി എന്ന ഒറ്റമൂലികയായിട്ട്, ഗുരുരൂപിണിയായിട്ട്, അമ്മയായിട്ട് ആ ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. വിദ്യയെ ഉപാസിക്കൽ ഒന്ന് മാത്രമാണ് ആ വിദ്യ നീക്കാനുള്ള വഴി. വേറെ ഒരു വഴിയില്ല. ഇന്ന് വിദ്യാരംഭമാണ്, വിജയദശമിയാണ്. വിദ്യ നേടുക, വിജയം നേടുക എന്നുള്ളതാണ്. വിദ്യയെ ഉപാസിക്കൽ അല്ലാണ്ട് ആ വിദ്യ നീങ്ങാൻ വഴിയില്ല. സ്വരൂപത്തിന്റെ അനുഭവമായ മോക്ഷപ്രാപ്തിക്ക് വിദ്യയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്, വിദ്യ അഭ്യസിപ്പിക്കാൻ അയക്കുന്നത്. അതല്ലാതെ മറ്റു മാർഗം ഇല്ല. വെറുതെ മാർഗം ഉണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടും വേറെ ഒന്നുകൊണ്ടും സാധിക്കില്ല. വിദ്യയല്ലാതെ മറ്റൊന്നുകൊണ്ടും നമുക്ക് ഒരു ലക്ഷ്യവും നേടാൻ സാധിക്കില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം ഈ വിദ്യ കൊണ്ടല്ലാതെ ഒന്നും നേടാൻ കഴിയില്ല. വിനയവും ജ്ഞാനവും ആത്മാനുഭവവും സകലവും തരുന്ന ഒരേ ഒരു ധനം വിദ്യയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതകാലത്ത് ഈ ഒരു വിദ്യയെ അല്ലാതെ വേറെ ഒന്നിനെയും ഞാൻ ഉപാസിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് കാരണം എന്താ വെച്ചാല് പഠിക്കുക എന്ന് പറയാൻ കാരണം നിരന്തരാഭ്യാസത്തിനെയാണ് അവിടെ പറയുന്നത്. വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിദ്യാഭ്യാസം. അല്ലാതെ ഒരു ക്ലാസ്സിലൊന്ന് പഠിച്ചു അതും മറന്നു, പിന്നത്തെ ക്ലാസ്സിലൊന്ന് പഠിച്ചു അതും മറന്നു, ഒരു ഡിഗ്രിയും കിട്ടി പിന്നെ വിദ്യ ഇല്ല, അതല്ല വിദ്യാഭ്യാസം. ജീവിതകാലം മുഴുവൻ വിദ്യ അഭ്യസിക്കുന്നതിന്റെ പേരാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന്. അങ്ങനെയുള്ള വിദ്യ അഭ്യസിക്കാതെ, അങ്ങനെ വിദ്യയെ ഉപാസിക്കാതെ അവിദ്യ എന്ന അജ്ഞാനം നീങ്ങുകയില്ല, സത്യം നിങ്ങളുടെ കൺമുന്നിൽ തെളിയുകയില്ല. അതുകൊണ്ട് വിദ്യ ഒന്ന് മാത്രമാണ്, വിദ്യോപാസന ഒന്ന് മാത്രമാണ് നമ്മുടെ വഴി. എന്റെ ശ്രീവിദ്യോപാസന എന്ന് പറയുന്നത് ഈ വിദ്യോപാസനയാണ്. സംഹരിക്കുന്നവനായ ഹരൻ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവനാണ്, ബന്ധമറ്റ വിരക്തനാണ്. അതുകൊണ്ടാണ് കാമനെ ഹരിച്ചു കളഞ്ഞത്, അല്ലാണ്ട് ദേഷ്യം കൊണ്ടല്ല. അതേ ഹരനെ തന്നിലേക്ക് കാമം കൊണ്ട് ബന്ധിപ്പിച്ച് കാമേശ്വരനാക്കി കാമന് പുനർജന്മം നൽകി ദേവി. എന്തിന്? ആ കാമനില്ലെങ്കിൽ ഈ ലോകം നടന്നു പോവില്ല. ഈ ലോകത്തിലെ സകല റേസസും, മനുഷ്യൻ മാത്രമല്ല സകല ബയോളജിക്കൽ ആയിട്ടുള്ള സകല റേസസും കാമനില്ലെങ്കിൽ നിന്ന് പോവും. ഒരു പൂച്ചയും പുലിയും പക്ഷിയും ഒന്നും ഉണ്ടാവില്ല ഇവിടെ. അവരൊക്കെ ബയോളജിക്കൽ ആയിട്ടുള്ള അത് വേണം, അല്ലെങ്കിൽ റേസസ് വിൽ ബി ഡിസ്ട്രോയിഡ്. ഓൾ ദ റേസസ് വിൽ ബി ഡിസ്ട്രോയിഡ്. വാസ്തവത്തില് അസുരന്മാരെ കൊല്ലുന്നതും ആ റേസസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഒരു റേസിനെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു റേസിനെ കൊല്ലുക നിർത്തിയുള്ളൂ. അസുരന്മാരെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവരെ കൊല്ലുക നിർത്തിയുള്ളൂ. അങ്ങനെയാണ്. അത് അല്ലാണ്ട് ഇറ്റ് ഇസ് നോട്ട് ഫോർ, നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് അഗ്രസീവ് അല്ല, ഡിഫെൻസീവ് ആണ് ആ ആക്ഷൻസ് മുഴുവൻ ദേവിയുടെ. ഹരന്റെ കണ്ണിലെ കോപം ദേവിയുടെ കണ്ണിലെ പ്രേമം കൊണ്ട് തണുത്തു. ദേവിയുടെ കണ്ണിലെ ആ പ്രേമം നിറഞ്ഞ, കാരുണ്യം നിറഞ്ഞ ഭാവം കണ്ടപ്പോ ഹരന്റെ തൃക്കണ്ണിൽ ഉദിച്ച ആ കോപം ഉണ്ടല്ലോ, കണ്ണിൽ അങ്ങ് കോപം ഉദിച്ച എന്ത് ദഹിപ്പിക്കണ, ഭസ്മീകരിക്കണ കോപം അതങ്ങോട്ട് തണുത്തു. അങ്ങനെയാണ് ദേവി മന്മഥന്റെ പുനരുജ്ജീവന മൂലികയായ മൃതസഞ്ജീവനിയായി തീർന്നത്. സംഹാരക്രിയയിൽ ഏർപ്പെട്ട ഹരനാൽ പൂർണമായി നശിച്ച ലോകം മൂലതന്മാത്ര രൂപത്തിൽ പ്രളയകാലത്ത് ബ്രഹ്മത്തിൽ ലയിക്കും. വീണ്ടും ഈ ദേവി തൻ്റെ കടാക്ഷം കൊണ്ട്, ദേവിയുടെ കടാക്ഷവും ദേവിയുടെ ചലനവും ഉണ്ടായ ഈ പ്രളയത്തിൽ ലയിച്ചുമ്പോൾ ലോകം നശിച്ചാലും പിന്നെയും കടാക്ഷം കൊണ്ടും സൃഷ്ടി സങ്കല്പം കൊണ്ടും ഒക്കെ വീണ്ടും ശിവനെ ശക്തി സംഹാര രൂപത്തിൽ നിന്ന് മാറ്റി സൃഷ്ടിന്മുഖനാക്കി സദാശിവനാക്കി ബ്രഹ്മാവാക്കി ലോകത്തെ പഴയ പോലെ യഥാപൂർവം സൃഷ്ടിക്കുകയാണ് പിന്നെയും ചെയ്യണത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല, കാമൻ എന്ന ആ പുത്രന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അവൾ മൃതസഞ്ജീവനിയായ ഒറ്റ മൂലിക തന്നെയാണ്. അവളാണ് ഇത് മുഴുവൻ പിന്നെയും സൃഷ്ടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കാണും ഒരു പ്രത്യേക വംശം, ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട ജീവി ഒരുപാട് കാലമായിട്ട് കാണാതെ വംശനാശം സംഭവിച്ച ജീവി ഇതാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു, ഇതിനെ കണ്ടെത്തി എന്നൊക്കെ കാണും. എങ്ങനെയാ ഇതിനെ കണ്ടെത്തണം? അത് പിന്നെയും സൃഷ്ടിക്കപ്പെടുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ പിന്നെയും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കുറച്ചു കാലം അതിനെ കാണാതെ ആയാലും അത് പിന്നെയും വരും. ഈ സൃഷ്ടി രഹസ്യമൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് യഥാപൂർവം സൃഷ്ടിക്കുന്നു. പണ്ടുണ്ടായിരുന്നത് എങ്ങനെയോ അതുപോലെ എന്നാണല്ലോ യഥാപൂർവത്തിനർത്ഥം. അങ്ങനെ വരികയാണ്. സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്ന് 3 വിധത്തിലുള്ള സൂക്ഷ്മ സ്വരൂപത്തെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കുണ്ടലിനി സ്വരൂപമാണ് സൂക്ഷ്മം, കാമകലാക്ഷര രൂപമാണ് സൂക്ഷ്മതരം, പഞ്ചദശി വിദ്യാസ്വരൂപം ആണ് സൂക്ഷ്മതമം. അടുത്ത 3 നാമങ്ങൾ, അതായത് 85 മുതൽ 87 വരെ ഉള്ള നാമങ്ങൾ ഇതിൻ്റെ സൂക്ഷ്മ രൂപ വർണ്ണന ആണ്. ശ്രീമദ് വാഗ്ഭവഗൂഢൈക സ്വരൂപ മുഖപങ്കജ കണ്ഠാധക്കടി പര്യന്ത മധ്യകൂട സ്വരൂപിണി. പഞ്ചദശിയുടെ ആദ്യത്തെ കൂടമാണ് വാഗ്ഭവകൂടം. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. പഞ്ചാക്ഷരങ്ങൾ ഉൾക്കൊണ്ട വാഗ്ഭവകൂടം ദേവിയുടെ മുഖകമലമാണ്. ശ്രീവിദ്യയിൽ 15 അക്ഷരം, പഞ്ചദശാക്ഷരിയിലെ അതിനെ 3 കൂടമായിട്ട് തിരിക്കുകയാണ്. പഞ്ചാക്ഷരി വാഗ്ഭവകൂടത്തിലെ. വാഗ്ഭവകൂടം ജ്ഞാനം തരുന്നതിനാൽ അത് ശ്രീമത്താണ്. വാക്കിനെ മുഖ്യമാക്കിയ ദേവിയുടെ മന്ത്രമയ രൂപമായ ശരീരത്തിൽ പഞ്ചാക്ഷരികളോടുകൂടി പ്രഥമകൂടമായ മുഖം ശോഭിക്കുന്നു. അതാണ് ജ്ഞാനശക്തിയുടെ
ഉറവിടം. ജ്ഞാനശക്തി അഭിവ്യക്തമാക്കുന്നത് ഈ സ്ഥലമാണ്. എന്തുകൊണ്ടാ? മസ്തിഷ്കം അവിടെയാണ് ഇരിക്കുന്നത്. ദൃശ്യം, ശ്രാവ്യം, അതായത് നാസ, നാവ്, വാക്കിന്റെ കണ്ഠം, ഈ ലാരിങ്സ് എന്ന് പറയുന്നത് വൈഖരി ഉണ്ടാക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ സംസാരിക്കുന്നതും സംസാരം കേൾക്കുന്നതും ഒരു ഗുരുവിന്റെ വാക്ക് കേൾക്കുക, അത് ശ്രവിക്കുക, കാണുക, കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക, മനനം കൊണ്ട് മനസ്സിലാക്കുക, ഈ സംഗതിയൊക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് മുഖം വാഗ്ഭവകൂടം എന്നത് വാക്കിനെ മുഖ്യമാക്കിയ ജ്ഞാനശക്തിയെ അഭിവ്യക്തമാക്കുന്ന ഈശ്വരന്റെ സ്ഥാനം എന്ന അർത്ഥത്തിൽ ഈ വാഗ്ഭവ കൂടത്തെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഏരിയ ഇതിനെ മാക്സിമം ഉപയോഗിക്കുന്നവര്, അതായത് കോഗ്നിഷൻ, മെമ്മറി എന്ന് പറയുന്ന ആ രണ്ട് കാര്യങ്ങളും ധാരാളം ഉള്ളവർക്ക് സർവജ്ഞത്വം വിദ്യ ശരിക്കും കിട്ടുള്ളൂ. ഇതിനൊക്കെ ചില ചെറിയ ഡിഫക്ട്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കുറവുള്ളവർക്കൊന്നും വിദ്യ പൂർണ്ണമായിട്ട് ലഭിക്കില്ല. അപ്പൊ അങ്ങനെ പൂർണ്ണമായ ഇത് ലഭിച്ചവർക്ക്, പൂർണ്ണമായ ശ്രദ്ധ ലഭിച്ച് പൂർണ്ണ വിദ്യ അഭിവൃദ്ധമായി വന്നിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ബ്രഹ്മാണിയാണല്ലോ സരസ്വതി, ബ്രഹ്മാണിയുടെ ആ ബ്രാഹ്മണ്യം, ആ ബ്രാഹ്മീ ശക്തി, ബ്രാഹ്മി നമ്മുടെ ഭാഷയാണ്, ആ ഭാഷയിലൂടെയുള്ള ഈ കഴുത്തു നിന്ന് കൊണ്ടുവരുന്ന ആ ബ്രാഹ്മി എന്ന് പറയുന്ന ബ്രഹ്മാണിയുടെ ബ്രഹ്മത്തെ അറിയുന്ന ആ ബ്രാഹ്മണ്യ ശക്തി പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ ഈ വശങ്ങളൊക്കെ നല്ല പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, മെമ്മറി, കോഗ്നിഷനൊക്കെ ഉള്ള എഡ്യൂക്കേഷനൊക്കെ, അങ്ങനെ വിദ്യാഭ്യാസം നല്ലവണ്ണം ഉള്ളവർക്ക് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. പഠിക്കുക, അധ്യയനം അധ്യാപനം ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ലാതെ മറ്റൊന്നിലും ഇടപെടാതെ ജീവിക്കുന്ന ആളുകളെയാണ് ഗുരു അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിന് അർത്ഥമാക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ ഗുരുമൂർത്തി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വിദ്യയെ ഉപാസിക്കുന്ന വേദവിത്തുകളായ സർവജ്ഞരായ ആളുകളെ മാത്രമാണ് നമ്മൾ വാസ്തവത്തിൽ പൂർണ്ണമായ വാഗ്ഭവകൂടം സ്വായത്തമാക്കിയ ആളുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മൾ ഭാഷ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും വാഗ്ഭവകൂടത്തിന് അവകാശികളാവുന്നില്ല. ആ വിദ്യയുടെ പൂർണ്ണമായ അതിൻ്റെ എന്താ പറയേണ്ടത്, അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടിയവർ മാത്രമേ അങ്ങനെ നമ്മുടെ മുഖപങ്കജത്തിൽ നിന്ന് സരസ്വതി ഇങ്ങനെ അനിർഗളം പ്രവഹിക്കാനുള്ള ആ ശക്തി നേടുന്നുണ്ട്. കഴുത്തു മുതൽ അരവരെയുള്ള ഭാഗമാണ് മധ്യകൂടം അല്ലെങ്കിൽ കാമരാജകൂടം. ഇത് പഞ്ചദശിയുടെ രണ്ടാമത്തെ കൂടമാണ്. ഇതിൽ 6 അക്ഷരാണ്. അപ്പൊ 5 6 11 ശരീരത്തിൽ ഉള്ള ആശകളൊക്കെ കൂടുതലായിട്ട് അഭിവ്യക്തമാകുന്ന ഭാഗമാണ് ഇത്. അതുകൊണ്ട് ഈ ഭാഗത്തിന് ഇച്ഛാശക്തിയാണ്. ഈ ഭാഗം ജ്ഞാനശക്തിയാണെങ്കിൽ കഴുത്തുനിന്ന് താഴത്തേക്ക് വരെയുള്ള ഭാഗത്തിന് കൂടുതൽ ആശകളുള്ള ഭാഗമായതുകൊണ്ട് ഇച്ഛാശക്തിയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ ബാഹുക്കളിൽ നിന്ന്, ക്ഷത്രിയനൊക്കെ ബാഹുക്കളിൽ നിന്നാണ് ജനിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആശകളുള്ളവർ, രജസ് കൂടുതലുള്ളവരാണ്. ആശകൾ കൂടുതലുണ്ട്, എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ളവരൊക്കെ ക്ഷാത്രിയത്വം കൂടുതലുള്ള, അവർക്ക് ഇച്ഛാശക്തിയാണ് കൂടുതൽ. അതിവിടെയാണ്. പിന്നെ അരയ്ക്ക് താഴെയുള്ള ഭാഗം മൂന്നാമത്തെ കൂടമായ ശക്തികൂടം. അത് 4 അക്ഷരമാണ്. അത് ക്രിയാശക്തിയാണ്. നടക്കാൻ, യാത്ര പോകാൻ ഒക്കെ, നടക്കല്, യാത്ര പോകല്, വ്യാപാരങ്ങൾക്കൊക്കെ നടക്കണം, സഞ്ചരിക്കണം. അതുകൊണ്ടാണ് വൈശ്യൻ അവിടുന്ന് ജനിച്ചു എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവിടെ തന്നെയാണ് ഇതിന്റെ ഈ അരയ്ക്ക് താഴെയുള്ള ഭാഗത്ത് തന്നെയാണ് ശൂദ്രനും വൈശ്യനും രണ്ടും ജനിക്കുന്നത്. പാദത്തുനിന്ന് നേരത്തെ പറഞ്ഞല്ലോ, പാദം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഭൂമി എന്ന് പറയുന്ന സാധനം അതും അവിടെ തന്നെ ജനിക്കുന്നത്. ഇങ്ങനെ ഭൂമി, വായു, അങ്ങനെ മുകളിലേക്കാണ് നമ്മൾ ശരിക്കും ഈ കൂടങ്ങളെ അഭിവ്യക്തമാക്കുന്നതും. വാഗ്ഭവകൂടം സകല വിദ്യാപ്രദം, ജ്ഞാനപ്രദം. കാമരാജകൂടം സർവകാമസിദ്ധിപ്രദം, സർവാഭീഷ്ടപ്രദം. ശക്തികൂടം സൃഷ്ടി ക്രിയാശക്തിപ്രദം. അപ്പോൾ ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തിയാണ് ആ 3 വാഗ്ഭവ കാമരാജ ശക്തികൂടങ്ങൾ എന്ന് പറയുന്ന ത്രികൂടങ്ങൾ. വരിവസ്യാരഹസ്യത്തിലും ശക്തിമഹിമ്ന സ്തോത്രത്തിലൊക്കെ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മൂലമന്ത്രാത്മിക, അത് അടുത്ത നാമമാണ്, 88ാമത്തെ നാമാണത്. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര. മൂലമന്ത്രാത്മിക എന്ന് പറയുമ്പോൾ 4 വിധം പുരുഷാർത്ഥങ്ങൾക്കും മൂലകാരണമായതുകൊണ്ട് പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യ മൂലമന്ത്രാത്മികയാണ്.
മന്ത്രം എന്നാൽ മനനാത് ത്രായതേ മന്ത്ര എന്നാണ് അർത്ഥം. മനനം കൊണ്ട് ത്രാണനം അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവൾ, സംരക്ഷ ചെയ്യുന്നതാണ് മന്ത്രം. മന്ത്രസ്വരൂപമാണ് ദേവിയുടെ ആത്മസ്വരൂപം. മന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ ശ്രീവിദ്യ ദേവിയുടെ ആത്മരൂപമാണ്. മന്ത്രത്തിനും മന്ത്രദേവതയ്ക്കും തമ്മിൽ ഭേദമില്ല. ഭേദമുണ്ട് എന്ന ദ്വൈതഭാവനയോടെ ഉപാസിച്ചാൽ അല്ലെങ്കിൽ ദ്വൈതഭാവനയോടെ ജീവിച്ചാൽ നമ്മുടെ മനസ്സിൽ കളങ്കം വരും. മൂലം എന്ന് പറഞ്ഞാൽ വേരാണല്ലോ. ആദ്യത്തെ കാരണമാണ് മൂലം അല്ലെങ്കിൽ വേര്. പ്രപഞ്ചരൂപത്തിന്റെ മൂല കാരണമാണ് ദേവി. അവളുടെ മന്ത്രമായിരിക്കുന്നത് അവൾ തന്നെയാണ്, വേറൊന്നുമല്ല. അവളിൽ നിന്ന് തന്നെയാണ് അവൾ പുറപ്പെടുന്നത്. സർവപുരുഷാർത്ഥത്തിനും മൂലകാരണമായ ശ്രീവിദ്യാ മന്ത്രജപം, ഉപാസന, മനനം എന്നിവ കൊണ്ട് ജന്മമൃത്യു ശൃംഖലകളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നു. പഞ്ചദശി മന്ത്രത്തിന്റെ മൂലകാരണം ഈം, അത് അക്ഷരത്തിൽ ഈം എന്നത് അത് കാമകലയാണ്. ഈം എന്ന കാമകലയാണ് പഞ്ചദശി മന്ത്രത്തിന്റെ മൂല കാരണം. അപ്പൊ നമ്മള് ഹ്രീം ഈം എന്ന് ഉച്ചരിക്കും അല്ലെ. ഹ നേരത്തെ ഹ ര ഈം, ഹര വടിട്ട ഹരി, ഈം നിട്ട ഹ്രീം ഹരീം, ഭുവനേശ്വരി മന്ത്രം. അങ്ങനെ ആ ഈം എന്ന കാമകലയുടെ സ്വരൂപമാണ് കാമകലാ സ്വരൂപിണി എന്ന് പറയണ 322ാമത്തെ നാമം. കാമകലാക്ഷരത്തിന് അനവധി രഹസ്യാർത്ഥങ്ങളുണ്ട്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറയാം. മൂലകൂടത്രയ കളേഭര, അത് മൂലമന്ത്രത്തിന്റെ ത്രികൂടങ്ങളെ സൂക്ഷ്മ ശരീരമാക്കിയവൾ. 3 കൂടങ്ങളിലെ 5, 6, 4 എന്നീ അക്ഷരങ്ങളെ ക്രമത്തിൽ തന്റെ സൂക്ഷ്മവർണ്ണ ശരീരമാക്കിയവൾ എന്നാണ് മൂലകൂടത്രയ കളേഭര. അവകളാൽ സൂക്ഷ്മമായ കാമകലയെ തന്നെ തന്റെ ശരീരമാക്കിയവൾ. കാമകലയിൽ മുകളിലെ ഒരു ബിന്ദു, മുകളിലൊരു ബിന്ദു, മധ്യത്തില് 2 ബിന്ദുക്കളുണ്ട്, താഴെ ഒരു ത്രികോണം. ഇങ്ങനെ 3 കൂറുകളായിട്ട് നമ്മുടെ ശരീരഘടന. ഇത് ദേവിയുടെ ശരീരഘടനയും നമ്മുടെ ശരീരഘടനയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബ്രഹ്മാണ്ടത്തിന്റെ അന്തർഗതമായിട്ടുള്ള രൂപത്തിന് ശേഷം നമ്മൾ പിണ്ടാണ്ടത്തിന്റെ അന്തർഗതമായ കുണ്ടലിനി രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കുലാമൃത ഐകരസിക മൂലാധാരം എന്ന ചക്രത്തിൽ സാർദ്ധ ത്രിവലയ രൂപത്തിൽ എല്ലാവരിലും കുണ്ടലിനി ശക്തി സുപ്ത രൂപത്തിൽ, ഉറങ്ങണ രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. ഇത് യോഗികളിൽ ഉണർന്ന് ഉത്ഥാനം ചെയ്ത് ഷഡ്നാഡീചക്രങ്ങളിലെ ബ്രഹ്മവിഷ്ണു രുദ്രഗ്രന്ഥികളെ ഭേദിച്ച് സഹസ്രാര പത്മത്തിന്റെ കർണികാരൂപമായ ചന്ദ്രമണ്ഡലത്തിലെ അമൃതം ശ്രവിപ്പിക്കുന്നു. ആ കുലാമൃതൈക രസികയാണ് ദേവി. യോഗികളല്ലാത്തവർക്ക് പോലും ഈ പ്രക്രിയയെ മനസ്സിൽ ഭാവന ചെയ്യുന്ന പക്ഷം സർവരിലും ഇരിക്കുന്ന കുണ്ടലിനി എന്ന ബയോ എനർജിയുടെ വിവിധ പ്രക്രിയകൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രക്രിയകളുടെ നാമങ്ങൾ പറയുകയാണ്.